ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 4 മാർക്കിനൊക്കെ ചിലപ്പം കിവി ആൻഡ് ഓസ്ട്രിച്ച് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുകയും അല്ലെങ്കിൽ റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് എന്ന് പറഞ്ഞ രീതിയിൽ ചോദിക്കുകയും ചെയ്യും. അപ്പം അതാണ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സിൻ്റെ ഒരു വീഡിയോ ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് എന്ന് വെച്ചാൽ അവർക്ക് റെഡ്യൂസ്ഡ് വിങ്സ് ആയിരിക്കും, ലോങ് ലെഗ് ആയിരിക്കും, കർലി ഫെതേഴ്സ് ആയിരിക്കും, ലോസ് ഓഫ് കപ്പാസിറ്റി ഫോർ ഫ്ലൈറ്റ് ആയിരിക്കും, ലാർജ് സൈസ്ഡ് ബോഡി ആയിരിക്കും, ടൂത്ത്ലെസ് ജോ ആയിരിക്കും, ആബ്സെൻസ് ഓഫ് സ്റ്റേൺ ആൻഡ് കീൽ എക്സെട്ര. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ളതാണ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് എന്ന് പറയുന്നത്. നമുക്കിതിൽ പഠിക്കാൻ 3 ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കിവി ഓസ്ട്രിച്ചും ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കിവി. കിവി ഈസ് ദ സ്മാളസ്റ്റ് ലിവിങ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്. അപ്പം ഫ്ലൈറ്റ്ലെസ് ബേർഡിൽ സ്മാളസ്റ്റ് ആയിട്ടുള്ള ഒരു ബേർഡാണ് കിവി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലാണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് ഹാസ് ദ സൈസ് ഓഫ് എ ലാർജ് ഡൊമസ്റ്റിക് ഹെൻ. ഒരു ലാർജ് ഡൊമസ്റ്റിക് ഹെന്നിൻ്റെ സൈസാണ് അതിനുള്ളത്. ഫീമെയിൽ എന്ന് പറയുന്നത് മെയിലിനേക്കാളും ലാർജർ ആയിരിക്കും. കിവി ഈസ് എ ഷൈ നൊക്ടേണൽ ബേർഡ് ദാറ്റ് ഫീഡ്സ് ഓൺ വർംസ് ആൻഡ് ഇൻസെക്ട്സ്. കിവി എന്ന് പറയുന്നത് ഒരു ഷൈ ബേർഡാണ്. അതുപോലെ തന്നെ ഇതൊരു നൊക്ടേണലാണ്. ഇതിനെന്ന് പറയുമ്പോൾ വോംസിനെ ഇൻസെക്ട്സിനെയൊക്കെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ദ ബോഡി ഈസ് കവേർഡ് വിത്ത് റെഡിഷ് ബ്രൗൺ ഹെയർ ലൈക്ക് ഫെതേഴ്സ്. റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു ഹെയർ ലൈക്ക് ഫെതേഴ്സ് കൊണ്ടിട്ടാണ് ബോഡി കവർ ചെയ്ത് കാണപ്പെടുന്നത്. ഇതിനൊരു ലോങ് നാരോ ബീക്കുണ്ട്. ഇത് ഡൗൺവേർഡ് പ്രൊജക്റ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഈ നെക്ക് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. The nostrils are located at the apex of the beak. ബീക്കിൻ്റെ അപ്പെക്സിലായിട്ടായിരിക്കും ഈ നോസ്ട്രിൽസ് കാണപ്പെടുന്നത്. This enables bird to smell and dig out the worms and insects. ഈ ബീക്ക് കൊണ്ടാണ് ആ ഇൻസെക്ട്സിനെയൊക്കെ ഡിഗ് ചെയ്ത് സ്മെല്ല് ചെയ്യുകയും അതിനെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നത്. ഹെഡ് ആൻഡ് ഐസ് ആർ കമ്പാരിറ്റീവ്ലി സ്മോൾ. ഹെഡും ഐസും ചെറുതാണ്. വിങ്സ് ആർ റുഡിമെൻ്ററി ആൻഡ് ദ ടെയിൽ ഫെതേഴ്സ് ആർ ആബ്സെൻറ്റ്. വിങ്സ് റുഡിമെൻ്ററി ആണ്, ടെയിലിലെ ഫെതേഴ്സൊക്കെ ആബ്സെൻ്റ് ആണ്. ഇതുപോലെ തന്നെ ദ ഫെതേഴ്സ് ലാക്ക് ബാർബിൾസ് ആൻഡ് ആഫ്റ്റർ ഷാഫ്റ്റ്സ്. അതായത് ബാർബിൾസ് എന്ന് പറയുമ്പോൾ ഈ ഫെതറിലുള്ള ഒരു പ്രൊജക്ഷനാണ്. അതൊക്കെ ഈ കിവിയിൽ ആബ്സെൻ്റ് ആണ്. കിവി ഹാവ് ലാർജ് വിബ്രേസ് അറൗണ്ട് എ ഗ്യാപ്പ്. ദ ലെഗ്സ് ആർ ഷിഫ്റ്റഡ് ഫാർ ബാക്ക്വേർഡ്സ്. നമ്മുടെ ലെഗ്സൊക്കെ ബാക്ക്വേർഡ് ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് കാണപ്പെടുന്നത്. ബോഡിയിൽ നിന്ന് ബാക്ക്വേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓഫ് ദ 4 ടോസ് ഇൻ ഈച്ച് ലെഗ്. ഓരോ ലെഗിലും 4 ടോ കാണപ്പെടുന്നുണ്ട്. 3 ആർ ലോങ് ആൻഡ് ഫോർവേഡ്ലി ഡയറക്റ്റഡ്. അതിൽ 3 ടോ എന്ന് പറയുന്നത് ലോങ് ആണ്, ഫോർവേഡ്ലി ഡയറക്റ്റഡ് ആയിരിക്കും. 1 ഈസ് ഷോർട്ട് ആൻഡ് ഡയറക്റ്റഡ് ബാക്ക്വേർഡ്. ഒരു ടോ എന്ന് പറയുന്നത് ഷോർട്ടും അത് ബാക്ക്വേർഡ് ആയിട്ട് ഡയറക്റ്റ് ചെയ്തുമായിരിക്കും കാണപ്പെടുന്നത്. കിവീസ് ആർ മോണോഗ്യാമസ്. കിവീസ് എന്ന് പറയുന്നത് മോണോഗ്യാമസ് ആണ്. ദേ ആർ യുണീക്ക് എമംഗ് അതർ ബേർഡ്സ് ഇൻ ദാറ്റ് ദേ ഫങ്ഷനിങ് എ പെയർഡ് ഓഫ് ഓവറീസ്. അപ്പം മറ്റ് ബേർഡ്സിൽ നിന്ന് വളരെയധികം യുണീക്ക് ക്യാരക്ടറാണ്. ഇവർക്ക് ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. യൂഷ്വലി ഓൺലി 1 എഗ് ഈസ് ലൈഡ് പെർ സീസൺ. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഒരു സീസണിൽ ഇത് ഒരു എഗ്ഗ് മാത്രമേ ലൈ ചെയ്യുകയുള്ളൂ. കിവീസ് 8 എഗ്സ് ക്യാൻ വെയിറ്റ് അപ് ടു 1/4 ദ വെയിറ്റ് ഓഫ് ഫീമെയിൽ. ഫീമെയിലിൻ്റെ ഒരു ക്വാർട്ടർ, 1/3 പോർഷൻ വെയിറ്റ് നമ്മുടെ ഈ എഗ്ഗിനുണ്ട്. ദ കിവി ലൈസ് ദ എഗ്ഗ്. The kiwi lies the egg biggest in the proportion size of any bird in the world. വേൾഡിലിടുന്ന ബേർഡിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് എഗ്ഗാണ് നമ്മുടെ കിവിക്കുള്ളത്. മെയിൽ ഇൻക്യുബേറ്റ്സ് ദ എഗ്ഗ്. ഫീമെയിൽ അസിസ്റ്റ് ദ ഇൻക്യുബേറ്റിംഗ് മെയിൽ. അപ്പം മെയിലാണ് ഇതിനെ അടയിരിക്കുന്നത് ആ എഗ്ഗ് വിരിഞ്ഞു വരുന്നതിന് വേണ്ടി. ഫീമെയിലും ഈ മെയിലിനെ അസിസ്റ്റ് ചെയ്യും ഇൻക്യുബേറ്റിങ്ങിന്. കിവി ഹാസ് ലോങ് ഇൻക്യുബേഷൻ വിച്ച് മേ ലാസ്റ്റ് ഫോർ അബൌട്ട് 75 days. കിവിക്ക് ഒരു ലോങ് ഇൻക്യുബേഷനാണ്. അതായത് ആ ഒരു എഗ്ഗ് വിരിഞ്ഞ് വരാനുള്ള ടൈം ലോങ് ആണ്. അതായത് ഒരു 75 days വരെയാണ് വരുന്നത്. ഇനി കോമൺ സ്പീഷീസ് എന്ന് പറയുമ്പോൾ ബ്രൗൺ കിവി ഉണ്ട്, ഗ്രേറ്റ് സ്പോട്ടഡ് കിവി ഉണ്ട്, അതുപോലെ തന്നെ ലിറ്റിൽ സ്പോട്ടഡ് കിവി ഉണ്ട്. സയൻറ്റിഫിക് നെയിമും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇതാണ് കിവിയെ പറ്റി. നെക്സ്റ്റ് ഓസ്ട്രിച്ച് ആണ് നോക്കാനുള്ളത്. ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ലാർജസ്റ്റ് ലിവിങ് ബേർഡാണ് ഓസ്ട്രിച്ച്. ഇറ്റ് ഈസ് ആൻ ഇൻഹിബിറ്റൻറ്റ് ഓഫ്
ദ എയർഡ് ആൻഡ് സെമി എയർഡ് സോൺസ് ഓഫ് ആഫ്രിക്കൻ ആൻഡ് അറേബ്യൻ ഡെസേർട്ട്സ്. ആഫ്രിക്കൻ ആൻഡ് അറേബ്യൻ ഡെസേർട്ട്സിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. കോമൺലി കാൾഡ് ക്യാമൽ ബേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഡെസേർട്ടിൽ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമൽ ബേർഡ് എന്ന് അറിയപ്പെടുന്നത്. Ostrich is a swift runner. It can run at the speed of 80 km/h, covering more than 8 meter in a single stride. അപ്പം ഇതിന് സ്വിഫ്റ്റ് റണ്ണർ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ 80 km/h അത് ഒരു സിംഗിൾ സ്ട്രൈഡിൽ 8 മീറ്റർ വരെ കവർ ചെയ്യുന്ന രീതിയിൽ റൺ ചെയ്യാൻ ഇതിനെക്കൊണ്ട് പറ്റും. ഇറ്റ് ബോഡി ഈസ് മസീവ്, അറ്റൈനിങ് എ ഹൈറ്റ് ഓഫ് 8 feet ആൻഡ് വെയ്റ്റ് ഓഫ് 150 kg. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു മാസീവ് ബോഡിയാണ്. 8 feet ഹൈറ്റും 150 kg വെയ്റ്റും ഇതിൻ്റെ ബോഡിക്കുണ്ട്. ഹെഡ് നെക്ക് ആൻഡ് ലെഗ്സ് ആർ സ്പേഴ്സ്ലി ഫെതേർഡ്. അപ്പം ഹെഡും നെക്കും ലെഗ്സും ഒക്കെ സ്പേഴ്സ്ലി ഫെതേർഡ് ആണ്. അതുപോലെ തന്നെ ദ ഹെഡ് ഈസ് സ്മാൾ ആൻഡ് പ്രൊവൈഡഡ് വിത്ത് എ ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ് ബെക്ക്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സ്മോളാണ്, ഒരു സ്ട്രോങ് ബെക്ക് ഇതിനുണ്ട്. ദ നെക്ക് എന്ന് പറയുന്നത് ലോങ് ആണ്. ദ ബോഡി ഈസ് കവേർഡ് വിത്ത് പ്ലിമ്യൂൾ ലൈക്ക് ഫെതേഴ്സ് വെച്ചിട്ടാണ് ബോഡി കവർ ചെയ്ത് കാണപ്പെടുന്നത്. ബീയിങ് എ ഫ്ലൈറ്റ്ലെസ് ബേർഡ്, ദ വിങ്സ് ആർ പൂർലി ഡെവലപ്ഡ്. വിങ്സ് എന്ന് പറയുന്നത് പൂർലി ഡെവലപ്ഡ് ആണ്. Both the wings and tail are covered with large quill feathers without after shaft. അപ്പം ഇതിൻ്റെ ബോഡിയിലെന്ന് പറയുമ്പോൾ ഈ വിങ്സിൻ്റെ അവിടെയും ടെയിലിൻ്റെ അവിടെയൊക്കെ ഒരു ലാർജ് ക്യൂയിൽ ഫെതേഴ്സ് കൊണ്ടാണ് കവർ ചെയ്ത് കാണപ്പെടുന്നത്. The wings reach a span about 2 meters. The wings are used as balancing organ during running. ഇത് 2 meters-ഓളം ആ വിങ്സിനൊരു സ്പാൻ ഉണ്ട്. ഈ വിങ്സ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റണ്ണിങ് ടൈമിൽ ഒരു ബാലൻസിങ് ഓർഗനായിട്ടാണ് ഈ വിങ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ലോങ് സ്റ്റഡി ലെഗ്സ് ആർ വെൽ സ്യൂട്ടഡ് ഫോർ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലോങ് സ്റ്റഡി ലെഗ്സ് ഇവയ്ക്കുണ്ട്. ദ ലെഗ്സ് ആൻഡ് ബീക്ക് സെർവ് ആസ് ഓർഗൻ ഓഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനായിട്ടാണ് ഈ ലെഗും ബീക്കും ഒക്കെ സെർവ് ചെയ്യുന്നത്. ഈച്ച് ഫുഡ് ഹാസ് 2 ഫോർവേഡ്ലി ഡയറക്റ്റഡ് ടോസ് ഉള്ളി. 2 ഫോർവേഡ്ലി ഡയറക്റ്റഡ് ടോസ് മാത്രമേ ഉള്ളൂ. ഐസ് ആർ ലാർജ് ആൻഡ് റേഞ്ചിങ് അപ് ടു 5 cm ഇൻ ഡയമീറ്റർ. ഐസ് ലാർജ് ആണ്, 5 cm ഡയമീറ്റർ വരെ ഇതിനൊരു റേഞ്ചിങ് കപ്പാസിറ്റി ഉണ്ട്. ഓസ്ട്രിച്ച് ഈസ് ആൻ ഒംനിവോർ ആണ് ഓസ്ട്രിച്ച്. ഇറ്റ് ഈസ് ഫൗണ്ട് ഓഫ് സീഡ്സ്, ഫ്രൂട്ട്സ് ആൻഡ് other herbage. It may often swallow stones, pebbles and other hard materials for crushing the food to small particles in gizzard. Unlike all other birds, the ostrich secretes urine separately from fecus. അപ്പം മറ്റ് ബേർഡ്സിൽ നിന്ന് വേറൊരു പ്രത്യേകത കൂടി ഓസ്ട്രിച്ചിനുണ്ട്. അത് യൂറിനെ ഫീക്കസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് റിമൂവ് ചെയ്ത് കളയുന്നത്. ദ ഫെതേഴ്സ് ഓഫ് അഡൾട്ട് മെയിൽ ആർ മോസ്റ്റ്ലി ബ്ലാക്ക് ഫെതേഴ്സാണ് അഡൾട്ട് മെയിലിലുള്ളത്. വിത്ത് എ വൈറ്റ് ടെയിലും ആയിരിക്കും കാണപ്പെടുന്നത്. ഫീമെയിൽസ് ആൻഡ് യങ് മെയിൽസ് ആർ ഗ്രേയിഷ് ബ്രൗൺ ആൻഡ് വൈറ്റ്. ഗ്രേയിഷ് ബ്രൗണും വൈറ്റും ആയിരിക്കും ഫീമെയിലും യങ് ആയിട്ടുള്ള മെയിൽസും. The male has a single solid and erectile penis that is about 20 cm. മെയിലിനെന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സോളിഡ് എറക്റ്റൈൽ പെനിസ് കാണും, 20 cm ലോങ് ഉള്ളത്. ഫീമെയിൽ ഹാസ് എ ക്ലിറ്റോറിസ്. ഫീമെയിലിനൊരു ക്ലിറ്റോറിസും കാണപ്പെടും. ഓസ്ട്രിച്ചസ് ആർ ജെർജിയസ് ആൻഡ് പോളിഗ്യാമസ്. എ കോക്ക് ലിവിങ് വിത്ത് ദ ഗ്രൂപ്പ് ഓഫ് 4 to 7 hens. 4 to 7 hens ലായിട്ടായിരിക്കും ഇവർ ജീവിക്കുന്നത്. ഇവർ പോളിഗ്യാമസ് ആണ്, അതുപോലെ തന്നെ ജെറേജിയസും ആണ്. നെക്സ്റ്റ്, ആൾ ദ ഹെൻസ് ലേ ദെയർ എഗ് ഇൻ കോമൺ നെസ്റ്റിലാണ് എഗ് ഇടുന്നത്. വിച്ച് ദേ കളക്റ്റീവ്ലി മേക്ക് സ്കൂപ്പിംഗ് ദ സാൻഡ് കുഴിച്ചിട്ടാണ് അതിലാണ് ഇടുന്നത്. ദ എഗ് ഓഫ് ഓസ്ട്രിച്ച് ഈസ് ലാർജ് ഷെൽഡ് ആയിട്ടുള്ള എഗ്ഗാണ് ഓസ്ട്രിച്ചിനുള്ളത്.
വെയ്റ്റിംഗ് 1.5 കിലോഗ്രാം. 1.5 കിലോഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ഇൻക്യുബേറ്റ് ദ എഗ്സ്. അടയിരിക്കാൻ മെയിൽസും ഫീമെയിൽസും വരും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ച് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. എല്ലാ അനിമൽസിനെ പറ്റിയും ഒരു 5 പോയിൻറ്റ്സ് വീതം പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഏത് ചോദിച്ചാലും നിങ്ങൾ എഴുതണം. പാന്തറസിൽ ലയൺ, ടൈഗർ, ലിയോപാഡ് ഇതൊക്കെ പറ്റിയും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്.